ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി, ഒരു തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJP വിജയിച്ച് മറ്റ് ചില സ്ഥലത്ത് നിങ്ങൾക്ക് CPMന്റെ BJPയുടെ വോട്ട് വാങ്ങാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ അഡ്ജസ്റ്റ്മെന്റ് ആർക്ക് വേണ്ടിയാണ്? പുറത്ത് BJP വിരോധം പ്രസംഗിക്കും, പുറത്ത് RSS വിരോധം പ്രസംഗിക്കും, രാത്രി പോയി RSSകാരുമായി രഹസ്യ ചർച്ച നടത്തുന്ന CPMന്റെ നേതാക്കന്മാർ എന്തിനാണ് പ്രകാശ് ജാവേദ്കറെ ഞങ്ങളല്ല പറഞ്ഞത്, CPMന്റെ നേരത്തെയുള്ള ഇടതുപക്ഷത്തിന്റെ നേരത്തെയുള്ള കൺവീനർ EP ജയരാജൻ എന്തിനാണ് പ്രകാശ് ജാവേദ്കറെ കണ്ടത് എന്ന് ഇവിടെ ഇരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട്, നേതാക്കന്മാരോട് വിശദീകരിക്കണമെന്നില്ല. ഞങ്ങൾക്കതിൽ സംശയമില്ല. ഈ അന്തർധാര സജീവമാണ് എന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി കൊടിപിടിച്ച് ഈ നാട്ടിൽ നിങ്ങൾ പറയുന്നത് എന്തും അനുസരിച്ച് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകർക്ക് ഇനിയെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ പറയുമ്പോ ആളെ കൊല്ലും, നിങ്ങൾ പറയുമ്പോ എത്ര വലിയ പ്രവർത്തകനാണെങ്കിലും, ഒരു നാട്ടിൽ എത്ര സത്യസന്ധനായി ജീവിക്കുന്ന ആളാണെങ്കിലും, നിങ്ങൾ അയാളെ വെറുത്താൽ നിങ്ങൾ അവരെ കൊല്ലും, നിങ്ങൾ കൊല്ലിക്കും. എന്നിട്ടോ ഇവർക്കെല്ലാ ഒത്താശയും നിങ്ങൾ ചെയ്തു കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, ശരത് ലാൽ കൃപേഷിന്റെ കോടതി വിധി വന്നു. ആ വിധി തക്കതായ ശിക്ഷ കോടതി അവർക്ക് നൽകി. അല്ലെങ്കിൽ ആ ശിക്ഷ ഇനിയും മതിയായിട്ടില്ല എന്നുള്ള അഭിപ്രായം തീർച്ചയായിട്ടും UDF-നുണ്ട്. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നത്, ഒരു ശിക്ഷ കോടതി ഒരു ശിക്ഷ വിധിച്ചപ്പോ ആ പ്രതികളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ മാത്രം എന്തേ നിങ്ങൾക്ക് അവരുമായുള്ള ബന്ധം? ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കോടതിയിൽ തെളിവ് സമർപ്പിച്ചപ്പോ കോടതി വിസ്താരം നടത്തി. പ്രതികളാണെന്ന് കണ്ടെത്തിയ ആളുകളെ സന്ദർശിക്കുന്നതിന്റെ ധാർമ്മികത എന്താണ്? എന്താണ് അവർ ചെയ്ത കുറ്റം? നിങ്ങൾ കൊല ചെയ്ത ശരത് ലാലും കൃപേഷും അവർ ചെയ്ത തെറ്റെന്താണ് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? ഞാൻ പറയുന്നത്, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ അനീതികൾക്കും എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാരായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാറുമ്പോൾ ഇവരെ താഴെ ഇറക്കേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരായ എല്ലാ ആളുകളുടെയും ആവശ്യമാണ്. ഇന്നാർക്കെങ്കിലും റേഷൻ പീടിയെ ചെല്ലാൻ കഴിയോ? ഇന്നാർക്കെങ്കിലും മാവേലി സ്റ്റോറിൽ പോവാൻ കഴിയോ? ഏതെങ്കിലും സപ്ലൈ ഓഫീസുകളിൽ, ഏതെങ്കിലും സർക്കാർ ചാനൽ മുഖാന്തരം ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഒന്ന് സാധനം ഇല്ല, രണ്ടുള്ള സാധനത്തിന് ഇവിടുത്തെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വില കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾ തന്നെ പറയുമല്ലോ. ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള, ഏറ്റവും കൂടുതൽ സാധാരണക്കാരുള്ള പാർട്ടിയാണ് CPIM-ൻ്റെത്, ഇടതുപക്ഷത്തിൻ്റെത് എന്ന് ഇപ്പോഴും പ്രസംഗിക്കും. ഞങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണ്, ഞങ്ങൾ തൊഴിലാളികളോടൊപ്പമാണ്. ഇവിടുത്തെ തൊഴിലാളികളെ ദ്രോഹിക്കാനാണോ നിങ്ങൾ മാവേലി സ്റ്റോറിലെ അരിയുടെ വില വർദ്ധിപ്പിച്ചത്? നിങ്ങൾ അവിടെയുള്ള ഭക്ഷ്യസാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചത്? ആവശ്യത്തിന് ഭക്ഷ്യസാധനങ്ങൾ അത്തരം ഷോപ്പുകളിൽ എത്തിക്കാത്തതിന്റെ കാരണം ഈ തൊഴിലാളി വർഗത്തോടുള്ള വിദ്വേഷത്തിന്റെ കാരണമാണോ എന്ന് വിശദീകരിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവർക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണം.
തിരഞ്ഞെടുപ്പുകൾ നമുക്ക് മുന്നിൽ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. പഞ്ചായത്ത് പ്രാദേശികമായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിന് മറുപടി പറഞ്ഞു തുടങ്ങണം നമ്മൾ. നിങ്ങൾ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ മതേതരത്വ സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയേണ്ടതില്ല. ആ സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ മതേതര സമൂഹത്തിന് വളരെ കൃത്യമാണ്, വ്യക്തമാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾ ഇവിടുത്തെ ക്രിസ്തീയ ഭൂരിപക്ഷ മേഖലകളിൽ നിന്നും ഹൈന്ദവ ഭൂരിപക്ഷ മേഖലകളിൽ നിന്നും മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾ വിജയിച്ചു വരുന്നതിന്റെ പ്രധാന കാരണം ശിഹാബ് തങ്ങളുടെ കാലം മുതൽ, ബാഫക്കി തങ്ങളുടെ കാലം മുതൽ മുസ്ലിം ലീഗിന് ഇവിടുത്തെ ഇതര മതേതര വിശ്വാസികൾ കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റ് തിരുത്താൻ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയല്ല, അതിലപ്പുറം ആര് വന്നാലും അതിന് കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.